1902 ഡിസംബർ വെനസ്വേലയുടെ തീരങ്ങളിൽ ബ്രിട്ടന്റെയും ജർമ്മനിയുടെയും യുദ്ധക്കപ്പലുകൾ ഇരമ്പിയെത്തി. കടം തിരിച്ചടയ്ക്കാത്ത ഒരു രാജ്യത്തെ പാഠം പഠിപ്പിക്കാൻ വന്നതായിരുന്നു അവർ. അന്ന് ആ പാവം ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിന് തുണയായി നിന്നത് അമേരിക്കയായിരുന്നു. മൺട്രോ ഡോക്ട്രിൻ എന്ന പരിചയമായി അമേരിക്ക പറഞ്ഞു, ഇത് ഞങ്ങളുടെ വീട്ടുമുറ്റമാണ്, ഇവിടെ പുറത്തു നിന്നുള്ളവർ കളിക്കാൻ നിൽക്കണ്ട. വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ലാറ്റിൻ അമേരിക്കയിലെ പാരീസ് എന്നായിരുന്നു കാരക്കാസ് അറിയപ്പെട്ടിരുന്നത്. വെനസ്വേലയിലെ എണ്ണക്കിണറുകളിൽ നിന്ന് ഡോളറുകൾ ഉറവ പൊട്ടിയൊഴുകിയ കാലം. അന്ന് വെനസ്വേലയുടെ ഏറ്റവും വലിയ സുഹൃത്ത് ആരായിരുന്നു എന്നറിയാമോ? സാക്ഷാൽ നെൽസൺ റോക്ക്ഫെല്ലർ. കാരക്കസിലെ പണക്കാർക്ക് ഷോപ്പിംഗ് നടത്താൻ മയാമിയിലേക്ക് പോകുന്നത് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് പോകുന്ന അത്ര നിസാര കാര്യമായിരുന്നു. അമേരിക്കൻ കാറുകൾക്ക് കുടിക്കാൻ വെനസ്വേലൻ എണ്ണ വേണം. വെനസ്വേലൻ എലൈറ്റുകൾക്ക് ജീവിക്കാൻ അമേരിക്കൻ വിസ്കിയും ബേസ്ബോളും വേണം. അതൊരു അവിഹിത ബന്ധമായിരുന്നില്ല, മറിച്ച് പരസ്പരം ലാഭം കൊയ്ത ഒരു കച്ചവടമായിരുന്നു. പക്ഷെ ആ കച്ചവടത്തിൽ സാധാരണക്കാരന്റെ പട്ടിണി ആരും കണ്ടില്ല. 1989 ഇവിടെയാണ് കഥ മാറുന്നത്. എണ്ണവില ഇടിഞ്ഞു. അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള IMF വെനസ്വേലയ്ക്ക് മേൽ കർശനമായ സാമ്പത്തിക നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിച്ചു. ബസ് കൂലി കൂടിയപ്പോൾ ജനം തെരുവിലിറങ്ങി. ഭരണകൂടം അവരെ വെടിവെച്ചു കൊന്നു. ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ തെരുവിൽ വീണു. അന്ന് ആ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു യുവ സൈനിക ഉദ്യോഗസ്ഥൻ ചിന്തിച്ചു തുടങ്ങിയിരുന്നു, ഈ അമേരിക്കൻ അടിമത്തം അവസാനിപ്പിക്കണം. അവന്റെ പേരായിരുന്നു ഹ്യൂഗോ ഷാവേസ്. 1998 ഷാവേസ് അധികാരത്തിൽ വന്നു. അദ്ദേഹം എണ്ണ കമ്പനികളെ ദേശസാൽക്കരിച്ചു. അമേരിക്കയ്ക്ക് അത് സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. കണ്ണീരും മഴയും പെയ്തിറങ്ങിയ ആ 47 മണിക്കൂറുകൾ അട്ടിമറിക്കാർ കൊട്ടാരത്തിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയ ഷാവേസ് ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ കുരിശും പിടിച്ച് ജനസാഗരത്തിന് നടുവിലേക്ക് ഹെലികോപ്റ്ററിൽ തിരിച്ചെത്തിയപ്പോൾ ചരിത്രം പോലും സ്തംഭിച്ചുപോയി. പിന്നീട് ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് ഇവിടെ ചെകുത്താന്റെ ഗന്ധമുണ്ട് എന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ നോക്കി ഗർജിച്ച ആ സിംഹം ക്യാൻസറിന് മുൻപിൽ തോറ്റുപോയി. I think that the first people who should read this book are our brothers and sisters in the United States, because their threat is in their own house. The devil is right at home. The devil himself is right in the house. ആ വലിയ ശൂന്യതയിലേക്കാണ് നിക്കോളാസ് മദൂറോ എന്ന മുൻ ബസ് ഡ്രൈവർ സ്റ്റിയറിംഗ് തിരിക്കാൻ എത്തിയത്. പക്ഷേ ഷാവേസ് ഓടിച്ചു കയറ്റിയ വിപ്ലവത്തിന്റെ ബസ് മദൂറോയുടെ കയ്യിൽ നിയന്ത്രണം വിട്ടു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ കൊക്കയിലേക്ക് മറിഞ്ഞ വീഴ്ചയുടെയും ആ തകർച്ചയിലും അധികാരം വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന മദൂറോയുടെ വാശിയുടെയും ചോര പുരണ്ട ബാക്കി പത്രമാണ് ഇന്നത്തെ വെനസ്വേല.